ഹലോ സുഹൃത്തുക്കളെ, ഇത് കർക്കിടകം ഭാഗത്തുള്ള തോടും പാലൊക്കെയാണ് അറിയാം. ഇത് പഴയ കാലങ്ങളിലെ ഇവിടെയൊക്കെ നല്ല മീൻ ഉണ്ടായിരുന്നു. തോട്ടിൽ കൂടെ എല്ലാവിധ മീനും കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു പരൽ പോലും ഒരു മീനും ഇല്ല തോടിലൊന്നും. അപ്പോൾ എന്താ വിഷങ്ങൾ, പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുന്ന വിഷങ്ങൾ വന്നിട്ടായിരിക്കും മീനുകളൊക്കെ ചത്തുപോയി, മീനുകളൊന്നും ഇല്ലാതായി. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു ചിറണ്ട് അവിടെ, അതും ഉപയോഗശൂന്യ കിടക്കുക, കെട്ടലൊന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ കളിക്കുന്ന എല്ലാ ചിറകളും അങ്ങനെ തന്നെ. അതിന് മേലെ ചിറണ്ട്, അതിന് മുകളിൽ ചിററുണ്ട്, അതൊന്നും കെട്ടലില്ല. മുമ്പ് ഇവിടെയൊക്കെ നെൽകൃഷിയാണ്, ഇപ്പൊക്കെ പറമ്പായി മാറി. വീടുകളും തെങ്ങും തോപ്പും തെങ്ങുകളൊക്കെ ആയി വന്നു. മണ്ണിട്ട് തോർത്തൊക്കെ നിലമൊക്കെ ദൂടായി മാറിയത്. മറ്റേ ഈ തലമുറ സൈഡിൽ കൂടി മുഴുവൻ നെൽകൃഷിയാണ് പഴയ കാലങ്ങളിൽ, നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ. ഈ കാണുന്നുണ്ട്, ഇതാണിപ്പോൾ വാട്ടർ അതോറിറ്റിൻ്റെ കുഴൽക്കിണറാണ്, അതായിട്ട് കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ അവരെ പമ്പ് സെറ്റും ഇതൊക്കെ ഉണ്ട്. ടാങ്ക് കുറേ മുകളിലാണ് അവിടെ. ചുറ്റുഭാഗത്ത് കൃഷിക്കാരെ വെച്ചാൽ തെങ്ങും തോട്ടം ഇതൊക്കെയാണ് ഇപ്പോൾ ആയി മാറിയെന്ന് പറയാം. മറ്റുള്ള കൃഷികളൊക്കെ ആയി മാറിയത്. മറ്റേത് കന്നുകളെ കുളിപ്പിക്കാനും അലക്കാനും എല്ലാവരും വന്ന് ആനവരെ ഇറക്കി കുളിപ്പിച്ചതിന് അവിടെ അറിയാം. കർക്കിടകത്തിന് കുട്ടികളെ സമയത്ത് ഇപ്പോൾ ആനകളും ഇല്ല, പോത്തുകളും ഇല്ല, ഒന്നുമില്ല അറിയാം. ഇങ്ങനെയൊക്കെ ചുറ്റുപാടായി പോയി അറിയാം. ഇപ്പം തന്നെ റോഡ് മുഴുവൻ തെങ്ങും കോങ്ങും ആയ വളപ്പുകളായി മാറിയാറ്. മറ്റേ തോട് കൂടെയൊക്കെ കുട്ടികൾ കുറേ മീൻ പിടിച്ചു കൊണ്ടുപോകും. എത്രയും ആളുകൾ മീൻ പിടിച്ചെന്ന് അറിയും. അപ്പോൾ പഞ്ചായത്ത് ചിറ കെട്ടിക്കാണ്ട് മീൻ കൊടുന്നിട്ടാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല മീൻ വളർന്ന് കിട്ടും. ഏഷ്യൻ കണ്ടിയിൽ കണ്ടില്ലേ, തായ്ലൻഡ്, മലേഷ്യ, കംബോഡിയൊക്കെ തോടുകളിലും ബംഗ്ലാദേശ് അടക്കം എല്ലാ തോടുകളും പുഴയിലൊക്കെ മീൻ കുഞ്ഞുങ്ങളെ കൊടുന്നിട്ടാണ് അറിയാം. എന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു കാലാവധി വരുമ്പോൾ ജനങ്ങളത് ഒരു ഉത്സവമായിട്ട് മീൻ പിടിക്കണ ഉത്സവമാണ് അറിയാം, കൊല്ലത്തിലൊരു. നമ്മളവിടെ അതൊക്കെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത് വിജയിക്കുന്നറിയാം. ഈ പഞ്ചായത്തുകൾ ഇടപെടണമെന്നറിയാം, സംഗതി നടക്കും. ഇപ്പോൾ കണ്ട് വെറുതെ ഇങ്ങനെ വെള്ളം കീപ്പ് വെച്ച് പോയി വേനൽക്കാലം പറ്റി പോകാനറിയാം.